ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പോലീസുകാരുടെ ജോലി ഭാരവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇന്ന് നിയമസഭയിൽ ചർച്ച വന്നത്. മനസ്സിലാക്കുന്നത് PC വിശ്വനാഥ് ഈ വിഷയത്തിൽ ഈയിടെ ആത്മഹത്യ ചെയ്ത ഒരു പോലീസുകാരൻ്റെ ആത്മഹത്യാ കുറിപ്പടക്കം നിയമസഭയിൽ വായിച്ചാണ് ഈ ദുരവസ്ഥ പങ്കുവച്ചത്. പഠിച്ച് ജോലി വാങ്ങണമെന്നും പോലീസിൽ ജോലി ചെയ്യരുതെന്നും മക്കളോട് ജോബിദാസ് എന്ന പോലീസുകാരൻ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയ്ക്കും നിയമസഭ സാക്ഷ്യം വഹിച്ചു. 5 വർഷത്തിനിടെ 88 ആത്മഹത്യ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായി. 6 ദിവസത്തിനിടെ 5 ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പലവിധ പ്രശ്നങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, സ്വഭാവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും ജോലി ഭാരം എന്നത് പോലീസുകാർക്കിടയിൽ വലിയൊരു പ്രശ്നമായി നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പ്രതിപക്ഷം. രഞ്ജിത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഈ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ നടന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിലെ ആത്മഹത്യ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇന്ന് PC വിശ്വനാഥ് പ്രതിപക്ഷത്ത് നിന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയുള്ള നോട്ടീസിൽ ഉൾപ്പെടുത്തി അത് സഭയിൽ അവതരിപ്പിച്ചത്. അതിൽ പറയുന്നത് 5 വർഷത്തിനിടെ 88 പോലീസുകാർ ആത്മഹത്യ ചെയ്തു. ഈ കഴിഞ്ഞ 5 ദിവസം മാത്രം, അതായത് കഴിഞ്ഞ ആഴ്ചയിലെ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ 5 ദിവസത്തിൽ മാത്രം 6 ആത്മഹത്യകൾ. ഈ തരത്തിൽ തുടർച്ചയായി പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നത് ജോലിഭാരം കൊണ്ടാണ്. അവർക്ക് കുടുംബമായി ഒരു ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യമാണ്. 16-18 മണിക്കൂർ ജോലി ചെയ്യുന്നവരോട് യോഗ ചെയ്യാനാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. അതിനുള്ള യോഗം അവർക്കില്ല. 44 പോലീസുകാരുള്ള സ്റ്റേഷനിൽ 118 പേർക്കുള്ള ജോലി ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് 44 പേർ മാത്രമുള്ളത്. പോലീസ് സ്റ്റേഷനുകളിൽ കമ്പ്യൂട്ടറുകൾ, പലയിടങ്ങളിലും കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നില്ല. സ്വന്തം ലാപ്ടോപ്പുകൾ ഉപയോഗിച്ച് പോലീസുകാർ കേസ് കൈകാര്യം ചെയ്യുന്ന നിലയാണ്. തുടങ്ങി പോലീസുകാർ നേരിടുന്ന പ്രശ്നമാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിലത്തെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് മദനകുമാറിന്റെ ആത്മഹത്യയിൽ ഉൾപ്പെടെ കുടുംബ പ്രശ്നങ്ങളുണ്ട്, തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്ത സാഹചര്യമുണ്ട്. ജോബിദാസിന്റെ ആത്മഹത്യക്കുറിപ്പ് PC വിശ്വനാഥ് സഭയിൽ വായിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ജോബിദാസിന്റെ ആത്മഹത്യക്കുറിപ്പ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്, അതിൽ പറയുന്നത് മക്കളോട് പറയുകയാണ് പഠിച്ച് നല്ല ജോലി വാങ്ങണം, പക്ഷേ പോലീസിൽ ജോലി ചെയ്യരുത് എന്ന കാര്യമാണ് ജോബിദാസിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം യോഗ ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസുകാർക്ക് മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രിയും വിശദീകരിച്ചു. ഇപ്പോഴും സഭയിൽ ഈ വിഷയത്തിൽ ചർച്ച തുടരുകയാണ്. രഞ്ജിത്ത്, സാഹചര്യം ഏതായാലും നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയാണ്. മറ്റൊന്ന്, സഭയിൽ